യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് അത്ര വലിയ സംഭവവും മറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡർമാർക്ക് ഭീഷണിയാണ്. എന്താണ് നമുക്ക് വിശദമായി നോക്കാം. സ്റ്റാർലിങ്ക് എന്താണ്, മറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡർമാരിൽ നിന്നുള്ള വ്യത്യാസം വിശദമായി നമുക്ക് അത് നോക്കാം. ലോകത്ത് സജീവ ചർച്ചയാണ് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഉപഗ്രഹ സേവനത്തിന് ഇന്ത്യയിലേക്കുള്ള വരവ്. ലോക കോടീശ്വരനായ ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ആണ് സ്റ്റാർലിങ്ക് വികസിപ്പിച്ചെടുത്തത്. സ്റ്റാർലിങ്ക് മറ്റുള്ള ഇന്റർനെറ്റ് സേവന ദാതാക്കളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. എന്താണ് സ്റ്റാർലിങ്ക്? റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, BSNL തുടങ്ങിയ കമ്പനികൾ ഫൈബർ ഓപ്റ്റിക്സ് മൊബൈൽ ടവറുകൾ വഴിയാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് നൽകുന്നത്. അതേസമയം സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചെറിയ ഉപഗ്രഹങ്ങൾ, ഗ്രൗണ്ട് സ്റ്റേഷനുകൾ, ഉപഭോക്തൃ ടെർമിനലുകൾ എന്നിവയിലാണ് സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നത്. ഉപഗ്രഹ അധിഷ്ഠിത അതിവേഗ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവന ദാതാവാണ് സ്റ്റാർലിങ്ക്. ഇതിനായി മൊബൈൽ ടവർ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലെ ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം വഴിയാണ് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം നൽകുന്നത്. അതായത് പരമ്പരാഗത ബ്രോഡ്ബാൻഡ് സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റാർലിങ്ക് കേബിളുകളെയോ മറ്റു ഉപഗ്രഹങ്ങളെയോ ആശ്രയിക്കുന്നില്ല. പകരം ഉപഗ്രഹങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്താൻ ഇത് ലേസർ ഉപയോഗിക്കുന്നു. ഗ്രൗണ്ട് സ്റ്റേഷനുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും കുറഞ്ഞ ലേറ്റൻസിയും ഉയർന്ന വേഗതയും ഉറപ്പാക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടും അതിവേഗ ഇന്റർനെറ്റ് നൽകാൻ സ്റ്റാർലിങ്ക് ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് വയർഡ് ബ്രോഡ്ബാൻഡ് ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 550 കിലോമീറ്റർ ഉയരത്തിലുള്ള ആയിരക്കണക്കിന് താഴ്ന്ന ഭ്രമണ ഉപഗ്രഹങ്ങൾ സ്റ്റാർലിങ്ക് ഉൾപ്പെടുന്നു. ഈ ഉപഗ്രഹങ്ങൾ ലേസർ ലിങ്കുകളുടെ സഹായത്തോടെ പരസ്പരം ബന്ധിപ്പിക്കുകയും ഡേറ്റ വേഗത്തിൽ കൈമാറുകയും ചെയ്യുന്നു. സ്റ്റാർലിങ്ക് ടെർമിനൽ ആൻഡ് റൂട്ടർ. ഇതിനെ സ്റ്റാർലിങ്ക് ടെർമിനൽ എന്നും വിളിക്കുന്നു. ഒപ്പം ഒരു റൂട്ടറും നൽകുന്നു. ഇത് ഉപകരണങ്ങളിൽ നിന്നുള്ള സിഗ്നൽ സ്വീകരിക്കുകയും ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുകയും ചെയ്യുന്നു. ഇതിനു പുറമെ സ്റ്റാർലിങ്ക് ഇപ്പോൾ ഡയറക്ട് ടു സെയിൽ സേവനത്തിന് പ്രവർത്തിക്കുന്നു. ഇത് മൊബൈൽ ഫോണുകളുടെ യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ ഉപഗ്രഹവുമായി ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നു. സ്റ്റാർലിങ്കിന്റെ ശൃംഖല ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. 100-ലധികം രാജ്യങ്ങളിൽ ഇത് സേവനം നൽകുന്നു. പരമ്പരാഗത ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങളെക്കാൾ സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹങ്ങൾ ഭൂമിയോട് അടുത്താണ്, അതായത് 550 കിലോമീറ്റർ. കാരണത്താൽ സ്റ്റാർലിങ്കിന്റെ ലേറ്റൻസി മികച്ചതാണ്. സ്റ്റാർലിങ്ക് വഴി 220 Mbps വരെ വേഗത ലഭ്യമാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇത് ഫൈബർ ബ്രോഡ്ബാൻഡിനേക്കാൾ കുറവാണ്, പക്ഷേ പരമ്പരാഗത സാറ്റലൈറ്റ് ഇന്റർനെറ്റിനേക്കാൾ മികച്ചതുമാണ്. നിലവിലുള്ള കമ്പനികളെ സ്റ്റാർലിങ്ക് വെല്ലുവിളിക്കുമെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർലിങ്കും മറ്റ് സാറ്റ്കോം സേവനങ്ങളും പരമ്പരാഗത ഇന്റർനെറ്റ് കമ്പനികൾക്ക് മത്സരമില്ല എന്നാണ് ഇപ്പോഴത്തെ അനുമാനം. മറിച്ച് അവ പരസ്പര പൂരകങ്ങളാണ്. എങ്കിലും സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനത്തിന്റെ വില വളരെ ഉയർന്നതാണ്. നിലവിലെ ബ്രോഡ്ബാൻഡ് പ്ലാനുകളേക്കാൾ 7 മുതൽ 18 വരെ ചിലവേറിയതാണ് സ്റ്റാർലിങ്കിന്റെ പ്ലാനുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലുള്ള കൂടുതൽ ടെക് റിലേറ്റഡായ വീഡിയോസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക. അതുമായിട്ടാണ് വീഡിയോ കാണുന്നത്. പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടേണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റേ കുഷ് ആൻഡ് ചെയ്യുക.